എല്ലാവർക്കും സയൻസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്വാതന്ത്ര്യദിന ക്വിസുമായിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം, ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നു എന്ന കൃതി ആരുടേതാണ്? ഉത്തരം മൗലാന അബുൽ കലാം ആസാദ്. ഏത് സംഭവത്തിൽ മനം നൊന്താണ് ഗാന്ധിജി നിസ്സഹകരണ സമരം പിൻവലിച്ചത്? ഉത്തരം ചൗരി ചൗര സംഭവം. ബർദോളി സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആര്? ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ. ഗുജറാത്ത് സിംഹം എന്നറിയപ്പെടുന്ന ദേശീയ നേതാവ് ആര്? ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ സ്വാതന്ത്ര്യം ആഘോഷിക്കുമ്പോൾ ഗാന്ധിജി എവിടെയായിരുന്നു? ഉത്തരം നവ്ഗലിയാൽ, കൊൽക്കത്ത. ദണ്ഡി യാത്രയെ ചായക്കോപ്പിലെ കൊടുങ്കാറ്റ് എന്ന് വിശേഷിപ്പിച്ചത് ആര്? ഉത്തരം ഇർവിൻ പ്രഭു. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ ചിഹ്നമായി കണക്കാക്കുന്നത് എന്താണ്? ഉത്തരം താമരയും ചപ്പാത്തിയും. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷി ആരാണ്? ഉത്തരം ഖുദിറാം ബോസ്. 1857 വിപ്ലവത്തെ ശിപ്പായി ലഹള എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഉത്തരം ജോൺ ലോറൻസ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത ഏക മലയാളി ആര്? ഉത്തരം ബാരിസ്റ്റർ G.P. പിള്ള. ത്രിവർണ പതാക ആദ്യമായി ഉയർത്തിയ കോൺഗ്രസ് സമ്മേളനം ഏത്? ഉത്തരം 1929 ലാഹോർ സമ്മേളനം. കോൺഗ്രസിലെ മിതവാദികളും തീവ്രവാദികളും രണ്ടായി പിളർന്ന കോൺഗ്രസ് സമ്മേളനം ഏത്? ഉത്തരം സൂറത്ത് സമ്മേളനം. ഗാന്ധിജിയെ അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് വിശേഷിപ്പിച്ചത് ആര്? ഉത്തരം വിൻസ്റ്റൺ ചർച്ചിൽ. ഇൻക്വിലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം ആദ്യമായി ഇന്ത്യയിൽ ഉയർത്തിയത് ആര്? ഉത്തരം ഭഗത് സിംഗ്. ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന മറ്റൊരു രാജ്യം ഏത്? ഉത്തരം ബഹ്റൈൻ. ആധുനിക ഇന്ത്യയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം ജവഹർലാൽ നെഹ്റു. ബ്രിട്ടീഷുകാരുടെ ഭരണത്തെ വെളുത്ത നീചന്റെ ഭരണം എന്ന് വിശേഷിപ്പിച്ചത് ആര്? ഉത്തരം വൈകുണ്ഠസ്വാമികൾ. ഗാന്ധിജിയുടെ മരണത്തെ രണ്ടാമത്തെ ക്രിസ്തു കുരിശിൽ തറക്കപ്പെട്ടു എന്ന് വിശേഷിപ്പിച്ചത് ആര്? പേൾ എസ് ബക്ക്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ ബ്രിട്ടനിലെ രാജാവ് ആരായിരുന്നു? ഉത്തരം ജോർജ് ആറാമൻ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു? ഉത്തരം ക്ലെമന്റ് ആറ്റ്ലി. ദേശീയ സ്വാതന്ത്ര്യത്തിന്റെ കവി എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം വള്ളത്തോൾ നാരായണ മേനോൻ. ഗാന്ധിജിയും അനുയായികളും ദണ്ഡിയാത്ര ആരംഭിച്ചത് എവിടെ നിന്ന്? ഉത്തരം സബർമതി ആശ്രമത്തിൽ നിന്ന്. ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം അരുണ ആസിഫ് അലി. വരിക വരിക സഹചരെ എന്ന ദേശഭക്തി ഗാനം രചിച്ചത് ആര്? ഉത്തരം അംശി നാരായണ പിള്ള. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന ആഹ്വാനം ഗാന്ധിജി നൽകിയ സമരം ഏത്? ഉത്തരം ക്വിറ്റ് ഇന്ത്യ സമരം. റൗലത്ത് ആക്ട് പാസാക്കിയ വർഷം ഏത്? ഉത്തരം 1919.
ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് മേധാവി ആര്? ഉത്തരം ജനറൽ ഡയർ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായ ഒരേയൊരു മലയാളി ആര്? ഉത്തരം ചേറ്റൂർ ശങ്കരൻ നായർ. ക്വിറ്റ് ഇന്ത്യ സമരം അറിയപ്പെടുന്ന മറ്റൊരു പേര് എന്ത്? ഉത്തരം ഓഗസ്റ്റ് വിപ്ലവം. സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാൻ അത് നേടുക തന്നെ ചെയ്യും എന്നത് ആരുടെ വാക്കുകളാണ്? ഉത്തരം ബാലഗംഗാധര തിലക്. നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്നത് ആരുടെ വാക്കുകളാണ്? ഉത്തരം സുഭാഷ് ചന്ദ്രബോസ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ വനിതാ പ്രസിഡന്റ് ആര്? ഉത്തരം ആനി ബസന്റ്. സർദാർ വല്ലഭായ് പട്ടേലിന് സർദാർ എന്ന പേര് നൽകിയത് ആര്? ഉത്തരം ഗാന്ധിജി. ഫോർവേഡ് ബ്ലോക്ക് സ്ഥാപിച്ചത് ആര്? ഉത്തരം സുഭാഷ് ചന്ദ്രബോസ്. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്ന് അറിയപ്പെടുന്നത് ആര്? ഉത്തരം ദാദാഭായ് നവറോജി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഗവർണർ ജനറൽ ആരായിരുന്നു? ഉത്തരം മൗണ്ട് ബാറ്റൺ പ്രഭു. സ്വതന്ത്ര ഇന്ത്യയുടെ അവസാനത്തെ ഗവർണർ ജനറൽ ആര്? ഉത്തരം രാജഗോപാലാചാരി. അയിത്തത്തിനെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യ സംഘടിത സമരം ഏത്? ഉത്തരം വൈക്കം സത്യാഗ്രഹം. ഇന്ത്യയുടെ തദ്ദേശ സ്വയംഭരണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം റിപ്പൺ പ്രഭു. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം രാജാറാം മോഹൻ റോയ്. രവീന്ദ്രനാഥ ടാഗോർ രചിച്ച ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന ഏത് പത്രത്തിലാണ് ആദ്യമായി പ്രസിദ്ധീകരിച്ചത്? ഉത്തരം തത്വബോധിനി പത്രിക.